ശ്രീ കെ വി എസ് ഹരിദാസ്, ഇപ്പോൾ ഇന്ന് അദ്ദേഹം ആദ്യം തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് നിയോ ഫാഷിസ്റ്റ് സമീപനത്തെ എങ്ങനെ നേരിടാം എന്നുള്ളതാണ് തൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, വെല്ലുവിളി എന്നാണ്. അതിനൊരു വിശാല മതേതര ഐക്യം, സഖ്യത്തെ രൂപീകരിക്കുക, അത് മുൻഗണനയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ കൃത്യമാണ് ഏത് തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നത് എടുത്തു പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം. ശ്രീ കെ വി എസ് ഹരിദാസ്. അല്ല, എനിക്ക് ഞാനൊരു ഒരു 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 മലയാളി എന്ന നിലയ്ക്ക് MA ബേബിയുടെ സ്ഥാന ലബ്ധിയിൽ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നല്ലത് എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഞാൻ അതിനോടൊപ്പം എന്റെയൊക്കെ മനസ്സിൽ ഓടി വരുന്ന ചില ചിന്തകള്, ഈ പാർട്ടിയെ ആർക്ക് ഇനി രക്ഷിക്കാൻ പറ്റും എന്നത് തന്നെയാണ്. CPM-ല് ജനറൽ സെക്രട്ടറി ആവാൻ ബേബി അല്ലാതെ വേറൊരാളില്ലായിരിക്കാം ഒരുപക്ഷെ. കേരളത്തിൽ നമുക്കറിയാലോ, തോമസ് ഐസക്കും P രാജീവും ബേബിയും ഒക്കെ ചേർന്ന് ഈ പിണറായി വിജയനെതിരെ ഒരു അച്ചുതണ്ടുണ്ടാക്കി പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടം. കേരളത്തിൽ അദ്ദേഹത്തിന് കാല് കുത്താൻ കഴിഞ്ഞിരുന്നില്ല PB അംഗമായിരുന്ന കാലത്ത്. വിജയരാഘവനൊക്കെ വന്ന് ഇവിടെ പല പരിപാടികളും പങ്കെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ബേബിയെ നമ്മൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ ഇവിടെ നിന്ന് അകറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു നേതാവാണ്. കേരളത്തിൽ കാര്യമായ വേരുകളില്ലാത്ത ഒരു മാർക്സിസ്റ്റ് നേതാവ്. അപ്പൊ അദ്ദേഹത്തിന് കേരളത്തിൽ പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ചർച്ച തുടങ്ങാൻ എന്നാണ് എന്റെ വിശ്വാസം. പിന്നെ രണ്ടാമത്തെ CPM എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ. കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും അവർക്കുണ്ടായ പരാജയം, അവർക്കുണ്ടായ വീഴ്ചകൾ അവര് തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. നമ്മൾ വേറെ ആരുടെയും പിന്നാലെ അതിന് പോകണ്ട. ഗുരുതരമായ പ്രശ്നമാണ് പാർട്ടി അഭിമുഖീകരിക്കുന്നതെന്ന് പലവട്ടം CPM പറഞ്ഞിട്ടുണ്ട്. കൊല്ലം സമ്മേളനത്തിലും നമ്മളത് കേട്ടു. ബംഗാളില് ഞാൻ കുറച്ച് കണക്കുകളിലേക്കും കൂടി വരാം ഈ സമയത്ത്. അപ്പോഴേ അതിനൊരു ഒരു ഒരു വസ്തുതാപരമായ വിശകലനമാകൂ. ബംഗാളില് 2024 തെരഞ്ഞെടുപ്പില് 5.67% വോട്ടാ CPM-ന് കിട്ടിയത്. 10-30 വർഷം ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനത്ത് അവിടെ അനിൽ ബോസിന്റെ പാർട്ടിയുടെ കൂടെ ചേർന്ന് നിന്നിട്ടാണ് ഇത്രയും വോട്ട് കിട്ടിയത്. 2019 അവർക്ക് കിട്ടിയത് 6.33%. അതിനേക്കാൾ കുറവാണ് കോൺഗ്രസുകാരുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ 2024 കിട്ടിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ കിട്ടിയത് 4.73% വോട്ടാ. അതും കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ തന്നെയാണ്. അപ്പൊ ബംഗാളിൽ പോലും ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായി. മറ്റൊന്ന് ത്രിപുരയാണ്. ത്രിപുരയിൽ എന്താ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ സംഭവിച്ചതെന്ന് നമുക്കറിയാം. ത്രിപുരയില് 17.6% വോട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കുറഞ്ഞത്. 2 ലോക്സഭാ സീറ്റും തോറ്റു. 43 നിയമസഭാ സീറ്റിൽ മത്സരിച്ചിട്ട് 11 ജയിച്ചു. അത് വേണമെങ്കിൽ ഒരു റെക്കോർഡാ. കാരണം ബംഗാളില് 0 അവരുടെ MLA-മാരുടെ കണക്ക് സ്ഥിതി. MP-മാരും ഇല്ല അവിടുന്ന്. പഴയ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാര് വലിയ ആവേശത്തോടെ പറയാറുള്ള 2 സ്റ്റേറ്റുകളാ തെലങ്കാനയൊക്കെ. സുന്ദരയ്യയുടെയൊക്കെ നാടാ. തെലങ്കാനയില് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് അവരെ കൂടെ കൂട്ടാൻ ഈ പറയുന്ന ഇന്ത്യ മുന്നണി എന്ന് പറയുന്നവർ തയ്യാറായോ? ഇല്ല. ആന്ധ്രയില് കോൺഗ്രസും CPI-യും CPM-ഉം കൂടി മത്സരിച്ചിട്ട് CPM 8 സീറ്റിലെ മത്സരിച്ച് 43,000 വോട്ടാ കിട്ടിയത്. CPI-ക്ക് കിട്ടിയത് 12,832 വോട്ട്. ഞാൻ ഈ കണക്കുകൾ അവതരിപ്പിച്ചത് തല ഉയർത്തി നിൽക്കാൻ കഴിയാത്ത ഒരു വല്ലാത്ത പരിസ്ഥിതിയിലാണ് ഇന്ന് CPM എത്തിപ്പെട്ടിരിക്കുന്നത്. തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ. ഞാൻ ഒരു കാര്യം കൂടിയാണ് അതിന്റെ കൂടെ ചേർക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഈ പുതിയ ജനറൽ സെക്രട്ടറി ആയിട്ട് സഖാവ് ബേബി AKG ഭവനിലേക്ക് പുതിയ കുപ്പായിട്ട് കയറി ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാകുന്നത് അരിവാളും ചുറ്റികയാവില്ല. ഞാൻ വിചാരിക്കുന്നത് ചുറ്റികയും ആണിയുമായിരിക്കും. ഈ CPM-ന്റെ അവസാനത്തെ
ആ ആ എന്താ പറയാ ഒരു 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 ആണി അടിക്കാനുള്ള ചുറ്റികയും ആണി ആ നിലയിലേക്കായിരിക്കും CPM എത്തുക. അതിലിപ്പോ ബേബിക്ക് എത്ര ആത്മാർത്ഥതയുണ്ടെങ്കിലും ബേബി എത്ര കഷ്ടപ്പെട്ടാലും രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം അവരൊക്കെ ഇപ്പൊ അനിൽ ബോസൊക്കെ പറഞ്ഞ പോലെ പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ്സുകാരുടെ ചട്ടുകമായിട്ട് നിൽക്കണമെന്നാ. സ്വന്തം കാലിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയരുത് എന്നുള്ള ആഗ്രഹവുമായിട്ടാണ് അവരുടെ കൂടെ നിൽക്കുന്നവര് ചേർന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ബേബിക്ക് വലിയ പ്രതീക്ഷയൊന്നും വെച്ചിട്ട് കാര്യമില്ല. ബേബിയെ കൊണ്ട് അത് ചെയ്യാനും കഴിയില്ല. പിന്നെ കേരളത്തിലെ പിണറായി വിജയന്റെ കയ്യിലെ ഒരു കളിപ്പാവയായിട്ട് MA ബേബി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത്രേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ.